അല്ലല്ല, ഇതെന്താണിത്? എന്താ മനുഷ്യേട്ടാ? ഭാര്യ മെമ്പറായപ്പോ ഓട്ടോറിക്ഷയൊക്കെ ആയില്ല. എന്തു മനുഷ്യരാണ് നിങ്ങള്? ഇത് ഞാൻ ആ വർഗീസുകാരനോട് വാടകയ്ക്ക് എടുത്ത് ഓടയാണ്, അരി മേടിക്കണ്ടേ? അല്ല, മെമ്പറല്ലേ പിന്നെന്തിനാ ഓട്ടോറിക്ഷയൊക്കെ ഓടണത്? എന്റെ പൊന്നു ചേട്ടാ, അത് ആയി നോക്കിയാലേ അറിയുള്ളൂ വീട്ടിലെ കാര്യങ്ങള്. അതെ, വെറുതെ അതൊന്നും പറഞ്ഞ ഉണ്ടാക്കല്. ഇനി അത് മതി. എന്താ വന്നത്? ഒന്ന് വിളിച്ചേ. ഉള്ള ചായ എടുക്കാൻ പോയാണ്, ഇപ്പൊ വരും. ചായ എനിക്ക് വേണ്ടേ? അല്ല, എനിക്ക് കുടിക്കാൻ വേണ്ടിട്ടേ. അതെ, അല്ല എന്നാലും അത് ഒന്ന് വിളിക്ക്. ആണോ? അത്യാവശ്യമാണോ? അത്യാവശ്യമാണേ. മണ്ടു, മണ്ടു, ചായ വേണ്ട. അതേ സുമേഷ് ചേട്ടൻ വന്നേക്കണ എന്തോ ആവശ്യത്തിന്. ഒന്ന് വന്നേ. പോരു കേട്ടാ. എങ്ങനെയുണ്ട് കാലിന്റെ ഒക്കെ? കാല് അയ്യോ ആണിയാണ് കാലയില്. നടക്കാൻ ഒട്ടും പറ്റൂല. അത് ശരി. പിന്നെ പന്തല് വേദനയാണേ, അത് ഭയങ്കരമാണ്. ഞാൻ ഒന്ന് കാണാൻ വേണ്ടി വന്നാണേ. വന്നോ വന്നോ. ഹലോ. ഇല്ല, ഞാൻ ഇറങ്ങണേ ഉള്ളൂ. ഞാൻ കയറണുള്ളൂ. ഇല്ല, ഞാൻ ഓഫീസിൽ എത്തിയിട്ട് വേണം. ഇരിക്കും സുമേഷ് ചേട്ടാ. ഇതെന്താന്ന് നോക്കിട്ട് ഇറങ്ങിയാ മതി നീ. അത്രേ ഉള്ളൂ. ഞാൻ വിളിക്കാട്ടാ, എത്തിയിട്ട് വിളിക്കാം. ഇരിക്കി. എന്തായിരുന്നു? ഇതാ വീട്ടില് എന്റെ കട്ടില് ഒടിഞ്ഞു പോയി മോളെ. അപ്പൊ ഏതാനും കാലിന് സുഖമില്ലാത്താണേ. അപ്പൊ കയറി കിടക്കാനായിട്ട് കട്ടില് വേണമല്ല, അതിനുള്ള അപേക്ഷയാണ്. ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. അല്ല, അത് എഴുതിയിട്ടില്ല. അത് മോള് നിങ്ങൾ എഴുതിയാ പോരെ? ഒക്കെ എഴുതി കൊണ്ടുവരാൻ പാടില്ലേ? എന്റെ മോളല്ലേ, പിന്നെന്താ? പഞ്ചായത്തിൽ നിന്ന് കട്ടിലാണോ? മെമ്പർ നാളത്തെ കിടക്കണം. സുമേഷ്, വയസ്സ് എത്രയായിരുന്നു സുമേഷ് ചേട്ടാ? വയസ്സ് 72. വെട്ടിക്കൽ ഹൗസ്. കാലിന് ആണിയല്ലേ? 2 കാലിനുണ്ട്. ഒരു കാലിലല്ലേ ആണി? മോള് കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ നടന്നു തന്നെ 2 കാലിലാണിയാണ്. 2 കാലിലും ആണി. കാല് എടുത്ത് തൊടാൻ പറ്റൂല. ശരി. പഞ്ചായത്തിൽ നിന്ന് കട്ടില് കിട്ടാൻ വേണ്ടിട്ടാണോ? അപ്പൊ ഒരു ചുറ്റിയേം കൂടി കൊടുത്തേ, രാണി പറിച്ച് കളയാല. അല്ല, എന്താണ് പറഞ്ഞ പാലില്ലേ? അയ്യോ, പാലില്ലല്ലോ സുമേഷ് ചേട്ടാ. മന്മഥൻ മെമ്പറായിരുന്നപ്പോ ഉണ്ടല്ലോ പാൽ ചായയാണ്. അതാണ് അയാൾ ഇത്തവണ തോറ്റത്. ഇവിടെ ഒരു ഒപ്പിട്. അതങ്ങോട്ട് മോള് ഇട്ടാ പോരെ? അയ്യോ, ഞാനിട്ടാ പോരെ. ഒപ്പിട്. കള്ളൊപ്പൊന്നും ഇടാൻ പാടില്ല. ഇവിടെ ഒപ്പിട്. കണ്ണ് കാണാൻ പാടാ. ഞാൻ അതെ, ഇവിടെ ഇട്ടോ. മോള് വിരല് മാറ്റിയാലും മോളുടെ വിരലിടും ഞാൻ. അവിടെ ഇട്. കണ്ണ് കാണാൻ പാടെന്ന് പറയുകയും ചെയ്യും, എല്ലാം അറിയുകയും ചെയ്യാം. അപ്പഴേ ഇത് കൊണ്ടുപോയിട്ട് പഞ്ചായത്തിൽ കൊടുക്കണം. മോള് അങ്ങോട്ട് കൊടുത്താ പോരെ മോളെ? അങ്ങനെയല്ല, സുമേഷ് ചേട്ടൻ കൊണ്ടുപോയി കൊടുക്ക്. ബാക്കി കാര്യം ഞാൻ സംസാരിച്ചോളാം അവിടെ. സെക്രട്ടറിയുടെ കയ്യിൽ കൊടുക്കട്ടാ. ആരേലി? ഇറങ്ങി. അല്ല, ഇപ്പൊ ഇറങ്ങും 10 മിനിറ്റ് കൊണ്ട്. അല്ല, ഞാൻ ഇപ്പൊ ഇറങ്ങാൻ പോകണം. ശരി. അതെ, ഇത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ കയ്യിൽ കൊടുക്കണം. ശരി. ചായ കുടിച്ചിട്ട് ഇറങ്ങിയാ പോരെ? എന്നാ ചായ കുടിച്ചോ. ചായ കുടിച്ചാ? രേണു മെമ്പറെ, ഞാൻ ഇറങ്ങാൻ പോവാണ്. വഴിയിൽ നിന്നോ? ഞാനിപ്പോ ഇറങ്ങുവേ. ഇറങ്ങിയല്ലേ? മോൻ തന്നോണ്ടായിട്ട് ഞാൻ കുടിക്കണം. ഞാൻ പാൽ ചായ കുടിക്കുള്ളേ. കട്ടൻ ചായ കുടിക്കണ നല്ലതാണ്. മന്മഥൻ പ്രസിഡന്റായി മെമ്പറായിരുന്നപ്പോ ഉണ്ടല്ലോ പാൽ ചായയാണ്. നമുക്ക് പോകാം. എങ്ങട്? പഞ്ചായത്തില് അപേക്ഷ കൊടുക്കാൻ. അല്ല, ഞാനിപ്പോ ഇറങ്ങണില്ലേ, ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. നമ്മളെ മന്മഥൻ മെമ്പറായിരുന്നപ്പോ ഉണ്ടല്ലോ എന്നെ കാറിലാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്. വീട്ടിൽ ചെന്നാലോ? വീട്ടിൽ ചെന്നാല് എന്നെ നല്ല സൂപ്പറായിട്ട് അങ്ങനെ കരുതണ്ട. ഒരു പണിയായി, സുമേഷ് ചേട്ടൻ വണ്ടിയിലോട്ടിരുന്നോ, ഞാനിപ്പോ വരാം. മുണ്ടൊന്ന് മാറ്റിക്കട്ടെ. വേഗം പറ്റും കേട്ടോ. വേഗം വരാം. അങ്ങോട്ട് ഇരുന്നോ. അവിടെ കൊടുക്കാനാണ്. ആന്നേ. ഞാൻ ആക്കി കൊടുത്തില്ലെങ്കിൽ മെമ്പർ വെടിപ്പല്ലാന്ന് പറയൂ. ഊളയൊക്കെ പെട്ടെന്ന് വരാട്ടാ. അലവലാദികള് ഒരു ഗ്ലാസ് പാൽ ചായ തരാൻ കഴിവില്ലാത്തവരാണ്. മെമ്പറാണ് അത്ര കുണ്ടം. ഇതിൽ നല്ല വായും ചീട്ടാക്കി.
ഓ വണ്ടി കയറി ഇരിക്കാനല്ലേ പറഞ്ഞു. ഈ വാർഡിലെ എന്തോരം എണ്ണത്തിനാണ് ഞാൻ കക്കൂസ് ശരിയായി കൊടുത്തത്. അതിന്റെ നന്ദി ഒന്ന് കാണിച്ചെങ്കിൽ ഞാൻ ജയിച്ചു പോയത്. അതിൽ എന്തുട്ടാ കാര്യം അറിയാം നിനക്ക്? ഈ തിന്നാനുള്ള റേഷൻ കാർഡ് റെഡിയാക്കി കൊടുക്കാതെ കക്കൂസ് എടുത്ത് കൊടുത്തേ. അത് റേഷൻ കാർഡ് ശരിയായി കൊടുക്കുന്നേ. എന്തുട്ടാ രാഘവട്ടൻ എന്താ പറ്റിയേ? പാല് വരാൻ പോയോ? എന്താ എന്തുടം ആകെ പാലാണല്ലോ. എന്താ പറ്റിയേ? ഇവിടെ വീട് പോയി. എവിടെ? എന്തൊരു കഷ്ടം നോക്കിയാ നടന്നു വരിക. പാലിരിക്കണേ ഒന്നും എടുക്കരുത്. ഒരാള് ഈ നമ്മുടെ ഈ കുഴിയിൽ വെള്ളത്തിൽ ചെളിക്കെട്ടിൽ വീണു എന്നുള്ളത് നാട്ടുകാരൊക്കെ അറിയണ്ടേ? അല്ല ഇത് എത്ര നാളായി ഇത് ശരിയാക്കാന്നുള്ളത് ഇവര് ശരിയാക്കിയോ? അല്ല അതിപ്പോ താമരിക്കുന്ന സമയത്തും ശരിയാക്കിയല്ലോ. ഞാൻ ശരിയാക്കാം അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ പറയും. നിലവിലെ കാര്യം പറയുമ്പോ നിലവിലെ കാര്യം ഒന്ന് എന്റെ മോനെ വിളിച്ചിട്ട് അറിയിക്കുക. മോനല്ല നമ്മളെല്ലാ നാട്ടുകാരെ ഇപ്പൊ അറിയിക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം. രാഘവട്ടം ഭക്ഷണിക്കണ്ട. എന്തുട്ടാ കടമണേ? ഒന്ന് നിക്ക് ചെയ്തടാ, ഒന്ന് അടങ്ങി നിക്ക്. ആരോടാ പറയണെന്ന് പറഞ്ഞേ? നാട്ടുകാരൊക്കെ അറിയണ്ടേ? ഒന്ന് രാഘവട്ടം ഒന്ന് ഇരുന്ന വിഷമിച്ചോ. വീഡിയോ നമസ്കാരം നമസ്കാരം. മനസ്സിലായില്ലേ? നമസ്കാരം. പഴയ നിങ്ങളൊരു തോപ്പിച്ച വാർഡ് മെമ്പറാണ് മന്മഥൻ. ആ വളരെ ദയനീയമായൊരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പഴയ അധ്യാപകൻ രാഘവേട്ടന്റെ ഈ ചെളിക്കട്ടിൽ നമ്മളെ കുണ്ടാളം കുഴിയിലെ ചെളിക്കട്ടിൽ വീണിട്ട് കണ്ട ഈ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടോ? പായല് മുഴുവൻ പായലും ഒക്കെ ആയിട്ട് പായല് തിന്നായിരിക്കണ ആളാ വിചാരിക്കാം. ഈ വാർഡിന്റെ ഭരണകർത്താക്കൾക്ക് ഇവിടുത്തെ മെമ്പർക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഇത് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നാളെ കുറെ ആയി. ഇനി ഇവിടെ ആരെങ്കിലും വീണ് രക്തസാക്ഷി ആയി കഴിഞ്ഞാലേ ഇത് ശരിയാക്കുള്ളൂ. അതാണ് ഇവരുടെ നിലപാട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അഭ്യർത്ഥന ഉണ്ട്, നമ്മൾ പ്രതികരിക്കണം. പ്രതിഷേധ പരിപാടികളുമായിട്ട് നമുക്ക് പഞ്ചായത്തിന് മുമ്പിൽ പോകണം. ഓക്കെ? അല്ല പുള്ളിക്കാരനെ മോനെന്ന് വിളിക്കുന്നേ. മോനെ ഒന്നും വിളിക്കണ്ട. അതെ നാട്ടുകാർ കുറച്ചൊരു കാണട്ടെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ ആൾക്കാർ അറിയണ്ടേ. കൂടി ഇരിക്കാൻ പോവാ. അതിപ്പോ കുഴപ്പമില്ലല്ലോ. അവിടെ ഇരിക്കാൻ ഒരു ബെഞ്ചിരിക്കല്ലേ. പുള്ളി സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്ന് ക്ഷീണം മാറട്ടെ. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ പോണേ പുള്ളിക്കാരി, ഞാൻ പോണേ. എന്ത് വാർഡ് മെമ്പറാണ്? കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം. ഇരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്കാരൻ തന്നെ. അല്ല പുള്ളിക്കാരി ഇരിക്കണ ഇരിപ്പുണ്ടോ? പാല് ഇരുന്ന വഴിയാ ഇരിക്കണേ. ഒന്നും മിണ്ടായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, എന്തരാകട്ടാ? പുള്ളിക്ക് സംസാരിക്കാൻ പറ്റില്ല, സംസാരശേഷിയൊക്കെ പോയി. വെള്ളത്തിൽ വീണുപോയി. അല്ല നിങ്ങളൊക്കെ പണിത് വെച്ചാ വഴിയിലാ വീണപ്പോ. ഇത് ഞാൻ പണിത വഴിയൊന്നും അല്ല എന്റെ സുഹൃത്തേ. ഈ വഴി കണ്ടിട്ട് കാലം ഇത് നിങ്ങൾ എത്ര നാളായി ഇത് നന്നാക്കാന്ന് പറഞ്ഞിട്ട്? കുറെ നാളായല്ലോ. മന്മഥനായിരുന്നല്ലോ ഇവിടുത്തെ മെമ്പർ. അപ്പൊ ഇതൊന്നും ടാറിടായിരുന്നില്ലേ? അതല്ലേ ഞാൻ എല്ലാം ഓക്കെ ആയി. ഞാൻ ടാറിടാനുള്ള എല്ലാം സാങ്ഷൻ ആക്കി കഴിഞ്ഞപ്പോ ഇലക്ഷൻ വന്ന കഷ്ടകാലത്തിന് 5 വർഷമായിട്ട് ടാറിടാൻ പറ്റിയില്ല. പിന്നെ ഇത് 5 വർഷം വരെ ഞാൻ വേറെ ഒരുപാട് വികസനങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ്. വികസനം ചെയ്തോണ്ടാണല്ലോ ഇത്തവണ ഞാൻ ജയിച്ചത്. നിങ്ങൾ ജയിച്ചല്ലോ. ജയിച്ചെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇത് ശരിയാക്കില്ല? അതിന് ചില സാങ്ഷൻ വേണം, ടെൻഡർ വെക്കണം, അതിനുള്ള ഉത്തരവാദപ്പെട്ട കാര്യങ്ങൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അല്ല പെണ്ണുങ്ങൾ, നിങ്ങൾ വിചാരിച്ച ഒന്നും നടക്കട്ടെ. ഞങ്ങൾ ആണുങ്ങൾ വിചാരിച്ചിട്ട് നടക്കാത്ത ഇവിടെ പെണ്ണും ആണും ഒന്നും പ്രശ്നമല്ല. ഒരു കട നടത്താം അവിടെ. ഒരു ഒറ്റ ആൾ ഇവിടെ കടയിലൊന്നും സാധനം മേടിക്കില്ലേ ഈ വഴി കാരണം. എല്ലാരും അപ്പുറത്തേക്ക് പോവാ. ചേട്ടാ നിങ്ങളുടെ അടുത്താണ് ഞാൻ പറയണേ. ഇത് ടാർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും അടുത്ത അതുവരെ വീട് ആൾക്കാരെ എന്തുട്ടാ ചെയ്യണ്ടേ? ഞങ്ങൾ ചെന്ന് നോക്കണോ? പുള്ളിക്കാരനൊന്നും പറ്റിയില്ലപ്പോ. ഞാനൊരു കാര്യം ചേട്ടനോട് ചോദിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടെ കുറച്ച് മണ്ണിടാം തൽക്കാലം. അതെ മെമ്പർ ഇപ്പൊ താൽക്കാലികമായിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇതിന് പൂർണ്ണമായിട്ടും ശാശ്വതമായ ഒരു പരിഹാരം ഇവിടെ ഉണ്ടാക്കണം. അത് എപ്പോ ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞിട്ട് മെമ്പർ ഇവിടെ നിന്ന് പോയാൽ മതി. ആണോ? എന്നാ എനിക്ക് സൗകര്യമുള്ളപ്പോ ചെയ്യും. മര്യാദയുടെ ഭാഷ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മലയാളമല്ലേ നിങ്ങളുടെ ഞാൻ പുള്ളിക്കാരി എന്തുടൊക്കെ പറഞ്ഞേ? മലയാളം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ആലോചിക്കണം.
എന്തുട്ടാ ഈ പറഞ്ഞ ഇതിനൊക്കെ വെറുതെ ഫ്ലെക്സിൽ പടം വെക്കാനേ കൊള്ളത്തുള്ളട്ടോ. 10 വയസ്സിന് ഉപരില്ലാത്ത കുറെ എണ്ണത്തിൽ വെറുതെ ജയിപ്പിച്ചു വിടാന്നുള്ളത്. അല്ല ഞാൻ കുറച്ചേരെ കുത്തിരിക്കണം, നിങ്ങളൊന്നും പറയണില്ല. എന്റെ വാർഡില് കുണ്ടാളംകുഴി അറിയില്ലേ, ആ കുറച്ച് വെള്ളമായിട്ടുള്ള റോഡ്, അതിപ്പോ കംപ്ലീറ്റ് വെള്ളമായി. ഇന്നിപ്പോ ഒരു മാഷായിട്ടുള്ള രാഘവേട്ടൻ അതില് വീണു. വെള്ളത്തിലോ? ഈ സൈക്കിളിന് പോണ പിള്ളേരൊക്കെ വീഴുന്നുണ്ട് അതില്. സംഭവം എന്താ വെച്ചാല് വാർഡ് സഭ കൂടി 3 ലക്ഷം രൂപ അതില് അനുവദിച്ചിട്ടുമുണ്ട്. ഇതിപ്പോ മനഃപൂർവ്വം ലാഗ് ചെയ്യിക്കണയാ. വാ ഇരിക്ക്. എന്താണ്? അല്ല, ഞാനിപ്പോ തറയിലാ നിക്കുന്നത്. അതെനിക്കറിയാലോ. അല്ല, വീടിന്റെ തറയാ പറഞ്ഞു. അതറിയാലോ. അപ്പൊ എങ്ങനെങ്കിലും ചുമര് കെട്ടിയിട്ട് ആ വീടൊന്ന് കുടി കൂടണം. അപ്പൊ 3ാമത്തെ ഗഡു ഒന്ന് പാസ്സാക്കി തരാം. ഇതെന്താന്നറിയോ മെമ്പറെ, 1ാം ഗഡു കിട്ടി, മിടുക്കനായിട്ട് തറയൊക്കെ കെട്ടി. 2ാം ഗഡു കിട്ടിയ പൈസ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്താ കെട്ടിയ 2ാം ഗഡു? 2ാമത്തെ പൈസ കിട്ടിയല്ലോ. അപ്പൊ ഞാൻ ചെറുങ്ങനെ റോൾ ചെയ്ത് പോയി. അപ്പൊ ചുമര് കെട്ടാൻ പറ്റിയിട്ട. അല്ല, കുഴപ്പമില്ല. ഇവിടുന്ന് കിട്ടിയ പൈസ എടുത്ത് റോൾ ചെയ്തോ? അല്ല, ഞാൻ 3ാമത്തെ കിട്ടുമ്പോ അത് ശരിയാക്കി എടുക്കുമല്ലോ. അങ്ങനെയാണ് 3ാമത്തെ ശരിയാക്കല്. എന്തായാലും ബാക്കി പണി തീരാതെ 3ാം ഗഡുവിനുള്ള ഒപ്പ് ഞാൻ ഇടില്ല. പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിന്റെ ആൾക്കാർക്ക് പണി തീരാത്ത വീട് ഇങ്ങനെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ശരിയാക്കി കൊടുത്തിട്ടില്ല. അത് അവരുടെ മെമ്പർമാർ ചിലപ്പോ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ പലതും വിചാരിച്ചാൽ നടക്കും. എനക്ക് നടത്തൂല. ഇല്ല, ഞാൻ വിചാരിക്കില്ല. എനിക്ക് അങ്ങനെ കള്ളത്തരം ചെയ്യാൻ പറ്റില്ല. കാണാം. ശരി, ഞാൻ ഇടനുണ്ടാവും. ആയിക്കോട്ടെ. മോശമില്ല. എന്താ പോണ്ട നിലപാട്? ഇതിപ്പോ എന്താ സംഭവം എന്നറിയോ? നിങ്ങളുടെ ഭരണപക്ഷ മെമ്പർമാരുണ്ടല്ലോ, അവരിങ്ങനെ തോന്നിയ പോലെ കണ്ണി കണ്ട ആൾക്കാരൊക്കെ ഇങ്ങനെ ഒപ്പിട്ട് കൊടുക്ക. അതുപോലെ കള്ളത്തരമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. മിനിറ്റ്. ഹലോ, തുടങ്ങാനായോ? അതെ, വരുന്നു. അതെ, സ്വാഗത സംഘം മീറ്റിങ്ങിന് പോണ്ടേ? ശീതള, കാലത്തെ പോലെ ഒരു കാര്യം ആലോചിക്കായിരുന്നേ. ഇവിടെ ആ രാഘവേട്ടൻ വീടില്ലേ കുണ്ടാളംകുടിയുടെ അവിടെ. അപ്പൊ ആ മെമ്പർ വന്നപ്പോ താൻ ഇങ്ങനെ ആവേശത്തിൽ പറയണായിട്ട് വോട്ട് ചെയ്ത് ഞങ്ങൾ ജയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ? സത്യത്തില് താൻ അവർക്കാണ് വോട്ട് ചെയ്തേ? എന്തുട്ടാ ഞങ്ങൾ പറഞ്ഞേ? പിന്നെ അവര് നിൽക്കുമ്പോ പിന്നെ തനിക്ക് വോട്ട് ചെയ്യുന്ന പറഞ്ഞേ? ഒരു കാര്യം നടക്കും. വെറുതെ കേട്ടോ താൻ തോറ്റേ. ഒരു ബുദ്ധിയൊക്കെ ഉപയോഗിക്കണം വല്ലപ്പോഴൊക്കെ. ഇല്ല, ഒരു സംശയം. വെറുതെ നേരം മുഴുവൻ പരദൂഷണം പറയാൻ വേണ്ടി 2ആളും കൂടി വന്ന് കുതിരിക്കണോ? ഇല്ല, പുള്ളിക്കാരനൊക്കെ രാവിലെ വന്നാ നീ നോക്കിയേ. നീ ഒന്ന് 2 ദിവസം ഇവിടെ വന്നിരിക്കാവോ? 2 കൊല്ലം കായ ഒഴിപ്പിക്കാണ്ട. നിന്റെ മുടി ഒന്ന് കിട്ടി പഴിപ്പിക്കാറുന്നോ? അത് ഉള്ള പഴമൊക്കെ ഫാൻ തിന്നു പോകുന്ന പേടി. മെമ്പർ ഉണ്ടല്ലോ, അത് വാശിക്കാൻ പോയേക്കണട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്ത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അല്ല, കാണിച്ചു കൊടുക്കണൊക്കെ ശരിയാ. 5 കൊല്ലം താൻ ഭരിച്ചിട്ട് ഒരു ചുക്ക് നടന്നില്ല അവിടെ. അല്ല, ഞാൻ പറയുമ്പോ പറഞ്ഞല്ലോ. മന്മേട്ടെ, പഞ്ചായത്ത് പോയാലും 2 ഒന്ന് മാറിക്കോ. മന്മേട്ട, വീടിന് പാസ്സായി 2 ഗഡു കിട്ടി. 1 ഗഡു, 3ാമത്തെ ഗഡു എങ്ങനെ തീർന്നില്ല. ഇത് കിട്ടിയിട്ട് വേണം അതെങ്ങനെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിട്ട് വീട്. ഇപ്പോ ഉണ്ണി വന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത് തോറ്റ മെമ്പറോടാ. തോറ്റെന്നല്ല, നിങ്ങൾ തോപ്പിച്ച മെമ്പറോടാ കേട്ടാ. എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തോറ്റാലും ജയിച്ചാലും ഒരു പവറിനാ. ആവശ്യം എന്തുട്ടാ? ഇത്തിരി കഴിച്ചത് നിങ്ങൾ കാശെടുത്ത് വാങ്ങില്ലല്ലോ. ടേസ്റ്റ് നോക്കിട്ടേ കുറച്ചൊക്കെ എപ്പോഴെങ്കിലൊക്കെ വാങ്ങട്ടോ. ആദ്യം 40,000 പെട്ടി. അപ്പൊ ഞാനൊരു തറയാക്കി. പിന്നെ 160. അത് കൈമന്ന് ചെറുങ്ങനെ റോൾ ചെയ്തു പോയി. ഇപ്പൊ അവിടെ തന്നെ കിടക്കണം നിർബന്ധം കേട്ടോ. ഇല്ല, പുള്ളിക്കാരനെ
ആ പഞ്ചായത്തിൽ നിന്ന് കാശ് കിട്ടിയ സമയത്ത് ഫുൾ ടൈം വെള്ളമായിരുന്നു. എനിക്കറിയാം. ഇല്ല പുള്ളിക്കാരൻ ഒന്നും പറയണ ഇപ്പൊ ആ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ അവിടെ തന്നെ പെര കെട്ടി കിടക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റണത്, എന്റെ പറമ്പിൽ ഒരു 4 കമുങ്ങ് നിപ്പുണ്ട്. ആ 4 കമുങ്ങ് മുറിച്ചെടുത്ത് 4 തൂണിടുക, ഒരു പഴയ ഫ്ലെക്സ് പാർട്ടിയുടെ അവിടെ ഇരിപ്പുണ്ട്, അതും തരാം, അത് മേൽക്കൂരായിട്ട് ഇടുക, അവിടെ കിടക്കുക. നല്ല കാര്യം കേട്ടോ. കവുങ്ങും ഫ്ലക്സ് ഒക്കെ ആകുമ്പോ ഇയാൾക്ക് വിഴുങ്ങാൻ പറ്റില്ലല്ലോ. ആ അതെ അതെ. നല്ല കാര്യാ. ഞാൻ ആടിന്റെ കുഞ്ഞിയാ. ഇപ്പൊ അവിടെ കിടക്കാൻ പറ്റുള്ളൂ, ഇപ്പൊ നിവർത്തി അതേ ഉള്ളൂ. എടാ ഇയാൾ പഞ്ചായത്തിലെ കാശൊക്കെ വിഴുങ്ങിട്ട് പിന്നെ ആരോട് ചോദിക്കണേ? അങ്ങനെ അവന് 3ാമത്തെ ഗഡുവിന് നടക്കണം. ഇയാൾ എന്തിനാ ഈ കാണിക്കണേ? ഇയാളോട് പറഞ്ഞ അന്മാട്ട സൂര്യ തേജസ്വരത്ത് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. മതി. എന്ന് കൂടെ നിന്നിട്ടേ കൂടുതൽ പതപ്പിക്കണ്ട. ചേട്ടാ ഒരു കാര്യം കേട്ടാ. പിന്നെ റോഡ് ടാറിങ്ങിന്റെ കാര്യം ഇന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മിക്കവാറും ഒരാഴ്ച കൊണ്ട് ശരിയാവുന്നാ പറഞ്ഞത്. നടക്കോ? ആ പിന്നെ അല്ല കേട്ടാണോ? നടക്കാതെ. ഇടാ നിന്റെ അഡ്മിഷന്റെ കാര്യം ഓൺലൈനിൽ വന്നിട്ട് തോന്നണേ, പോയി നോക്ക്. അതെ, നമ്മളെ 3ാം ഗഡു 3ാം ഗഡു ശരിയാവാൻ പോണില്ല. ഒരു പാക്കറ്റ് കൂടി ഇടട്ടെ? വേണ്ട, ഇത് നാളെ വേണല്ലോ. ആ, ഇടാ, നീ ഇവിടെ ഇരിക്കാതെ അത് പോയി നോക്ക്. ആ എന്നാ എന്റെ കൂടെ വാ. കത്തി തീരട്ട പൊടി. അതല്ല ചെറുപ്പക്കാരുടെ ഓട്ടൊന്നും എനിക്ക് കിട്ടാതെ പോയത്. കേട്ടാർന്നോ? അതാ പെണ്ണ്. ഞാനതല്ല നോക്കണതേ, പിന്നെ ഇപ്പൊ മെമ്പറെ കൊണ്ടു കിടക്കാൻ എന്തോ ഒരു ആൾക്കാരാ. ഞാനൊക്കെ ഇവിടെ മെമ്പറായിരുന്നപ്പോ ഒന്നപ്പുറം ഇറക്കി തരാൻ പറഞ്ഞ ഒരു ചെറുക്കന്മാരും മൈൻഡ് ചെയ്യൂല. ഒരു പട്ടി വേണ്ടി ഇറ്റാ നേരം. അണ്ണേ, നമ്മുടെ വാർഡിലെ ഒരു മെമ്പർ ഒരു സ്ത്രീയല്ലേ, ഒരു വനിത ഇങ്ങനെ കണ്ണി കണ്ടവരുടെയൊക്കെ ബൈക്കിൽ കയറി ഇറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് വാർഡിലുള്ള നമുക്കും കൂടെ അല്ലേ? തീർച്ചയായും അല്ലേ? അതെ. പ്യാരിജാതൻ പാർട്ടിപരമായിട്ട് വേറെ പാർട്ടിയിലാണെങ്കിലും നമ്മുടെ അടുത്ത സുഹൃത്തല്ലേ. അനിയൻ ഇത് എന്തുകൊണ്ടും ഇത് പ്യാരിജാതനെ ഒന്ന് അറിയിക്കണം, എന്നിട്ട് ഒന്ന് ഉപദേശിക്കാൻ പറയണം. നീ ഒരു കാര്യം ചെയ്യും, അറിയിക്കണം. നിനക്കെന്തോ സാധനമൊക്കെ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ? സാധനമൊക്കെ മേടിച്ചിട്ട് ഒന്ന് പ്യാരിയുടെ അടുത്ത് വിവരങ്ങളൊക്കെ ഒന്ന് ധരിപ്പിക്കും കേട്ടാ. ഞാനേറ്റു വല്ല കാര്യണ്ടോ? ഇതിപ്പോ കൊണ്ടിടാ കള്ളു ഷാപ്പിൽ കൊടുക്കാനാ? അതെ, വല്ലാത്തൊരു ജന്മാട്ടോ. ഈ പൈസ കള്ള് ഷാപ്പിൽ കൊടുത്താലും അതുകൊണ്ട് രാഷ്ട്രീയപരമായി എനിക്ക് ചില ഗുണങ്ങളുണ്ടാവും. എന്തൊരു ഗുണാ? ആ